ഇന്നത്തെ വീഡിയോ നമ്മൾ ന്യൂ ഇയറിന് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു ക്യാമ്പിങ്ങിന് പോകുന്നതാണ് കേട്ടോ. ഇന്നത്തെ ദിവസം ഇങ്ങനെ ഒരുപാട് പേര് ക്യാമ്പിങ്ങിനായിട്ടും ഒക്കെ പോകുന്ന ഒരു ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല തിരക്ക് കാണും. നമ്മൾ ഇന്ന് പോകുന്നത് അബുദാബിയിലുള്ള അൽ വത്ബ എന്ന പ്ലേസിലാട്ടോ. അപ്പം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നന്നു ആൻഡ് മീ. രാത്രി ആയതുകൊണ്ട് വീഡിയോസിനൊന്നും അത്ര ക്ലാരിറ്റി ഇല്ല. പിന്നെ ഞാൻ ഫ്ലാഷ് ലൈറ്റ് ഒക്കെ ഓൺ ആക്കി അത്യാവശ്യം കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ ചെന്നു ടെൻ്റൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുറത്ത് നല്ല തണുപ്പുണ്ട്. പിന്നെ നമ്മൾ വന്ന ആ ഒരു ഏരിയയിൽ വേറെ ഒരുപാട് പേര് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ടെൻ്റൊക്കെ അടിച്ചിരിപ്പുണ്ട്. അങ്ങനെ നമ്മൾ ടെൻ്റൊക്കെ സെറ്റ് ചെയ്തു, ബ്ലാങ്കറ്റൊക്കെ വിരിച്ച് പുറത്ത് നല്ല അടിപൊളി തണുപ്പും കാറ്റും ഒക്കെയാണ്. അങ്ങനെ നമ്മളെല്ലാവരും ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടി കിടക്കാൻ ഈ ഒരു ടെൻറ്റ് മതിയാവില്ല. അപ്പം അടുത്ത ടെൻറ്റ് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നന്നൂന് ഈ ടെൻറ്റിനകത്ത് ഇരിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അതിനകത്തേക്ക് കയറ്റി വിട്ടാലും തിരിച്ച് അതുപോലെ തന്നെ ഇങ്ങോട്ട് ഇറങ്ങി വരുമായിരുന്നു. എന്നിട്ട് ഈ ഓട്ടമായിരുന്നു. ഇതുവഴിയൊക്കെ ഇങ്ങനെ ഓടി നടക്കുകയായിരുന്നു. അവളുടെ പുറകെ നടക്കലായിരുന്നു എൻ്റെ പണി. പിന്നെ 12 മണിയൊക്കെ ആകാറായപ്പോൾ തന്നെ ഫയർ വർക്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നമുക്ക് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഈ ഫയർ വർക്സ് ഒക്കെ കാണാമായിരുന്നു. പിന്നെ ഫയർ വർക്സ് മാത്രമല്ല, ഡ്രോൺ ഷോ ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് 6500 ഡ്രോൺസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളൊരു ഡ്രോൺ ഷോ ആയിരുന്നു. ഫയർ വർക്സ് ഏതാണ്ട് 1 മണിക്കൂറോളം നീണ്ട ഫയർ വർക്സ് ആയിരുന്നു. അപ്പോൾ ആ ടൈമിൽ നമ്മൾ ഫുഡൊക്കെ പതുക്കെ കഴിച്ചു തുടങ്ങി. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടും ഫയർ വർക്സ് തീർന്നില്ലായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. കുട്ടികളൊക്കെ ആ ടൈമിലൊക്കെ ആയപ്പോഴേക്കും എല്ലാവരും നല്ല ഉറക്കമായി. അങ്ങനെ വെളുപ്പിന് ഏതാണ്ട് 4 മണി വരെ നമ്മളിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ കേട്ടിങ്ങനെ ഇരുന്നു കേട്ടോ. സമയം മുന്നോട്ട് പോകും തോറും തണുപ്പും നല്ല രീതിയിൽ കൂടിക്കൂടി വരുന്നുണ്ടായിരുന്നു. അപ്പം നമ്മളെല്ലാവരും വിചാരിച്ചു എങ്കിൽ കിടക്കാം. അങ്ങനെ നമ്മൾ വേസ്റ്റൊക്കെ, ഫുഡിൻ്റെ വേസ്റ്റും അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് ഗാർബേജ് ബാഗിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും ഓരോരോ ടെൻറ്റിലായിട്ട് ഇങ്ങനെ കിടന്നുറങ്ങാൻ പോയി. അങ്ങനെ ഞാനും പുതച്ച് മൂടി കിടന്നുറങ്ങാൻ കിടന്നു. അങ്ങനെ നേരം വെളുത്തു, രാവിലെയായി. പതുക്കെ പതുക്കെ ഓരോരുത്തരായിട്ട് എണീക്കാൻ തുടങ്ങി.
പിന്നെ ഇത് ഈ സാധനം നമ്മൾ ടോയ്ലറ്റായിട്ട് യൂസ് ചെയ്യുന്ന കേട്ടോ. ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ഏരിയയിലൊക്കെ ടെൻ്റ് അടിക്കുമ്പോൾ ഒന്നിനൊക്കെ പോകാൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. പിന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണമെങ്കിൽ അതിനുമൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം കേട്ടോ. പിന്നെ ഇതിൻ്റെ അകത്ത് എന്താണെന്ന് വെച്ചാൽ അകത്ത് താഴെ ഹോള് തന്നെയാണ്, നമ്മൾ മണൽ തന്നെയാണ് താഴെ വരുന്നത്. പിന്നെ ഇതൊരു മറയായിട്ട് യൂസ് ചെയ്യാമെന്നതേ ഉള്ളൂ. അങ്ങനെ രാവിലെയും കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് അങ്ങനെ ഇതേ ടെൻ്റൊക്കെ ഇപ്പം മടക്കി തിരിച്ച് കാറിൽ വെക്കാൻ പോവാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ പോകുന്ന വഴി നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ കയറി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു. അപ്പോൾ ആ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. പിന്നെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു പാർക്കുണ്ടായിരുന്നു. അപ്പോൾ പിള്ളേരെയും കൊണ്ട് നമ്മൾ അവിടെയും കയറി. അവിടെയും കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ തിരിച്ച് വീട്ടിൽ പോയത്. അപ്പം ഇത്രയൊക്കെ ഉള്ളായിരുന്നു നമ്മുടെ ന്യൂ ഇയർ ക്യാമ്പിംഗ് വിശേഷങ്ങൾ. ഇനി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ, ബൈ.